എല്ലാവർക്കും റിംസ് അക്കാഡമിയുടെ ഇന്നത്തെ ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്പർ തിയറിയുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ ഇന്നുകൊണ്ട് നമ്മൾ 5 മൊഡ്യൂളിൻ്റെയും 5 ക്ലാസ് വെച്ച് കംപ്ലീറ്റ് ആകും. അപ്പം ബാക്കി ക്ലാസ്സസ് കാണാത്തവർ ആ പ്ലേലിസ്റ്റിൽ കയറി നോക്കുക. നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും ക്ലാസ്സസ് എടുത്തിട്ടിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മളൊരു ലൈവ് സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് 20th ശേഷം നമ്മൾ ഒത്തിരി ആളുകളുണ്ടെങ്കിൽ, അത്യാവശ്യം ഒരു 30 above സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ഡിസ്കഷൻ ആയിട്ട് നമുക്ക് ലൈവ് ഫ്രീ സെഷനാണ്, പേയ്മെന്റ് ഒന്നുമില്ല, ഫ്രീ സെഷനായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം താല്പര്യമുള്ളവർ ഫില്ല് ചെയ്യുക. അതിൽ ഒരു 30 പേർക്ക് മേളിലുണ്ടെങ്കിൽ നമുക്ക് ലൈവ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അത് പ്രോബ്ലം ഡിസ്കഷൻ ആയിരിക്കും. നമുക്ക് ഓരോ ദിവസവും ഓരോ മൊഡ്യൂളിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പം താല്പര്യമുള്ളവർ ആ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എക്സാംസ് ആപ്പിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ കുറേ എക്സാംസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് മോഡൽ എക്സാംസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് വൺ ഓഫ് ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ് -3, ഈ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സീറോ എന്ന് പറയുന്നത് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? -3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സീറോ എന്ന് പറയുന്നത് -3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഓഫ് കെ ആണ് ചോദിച്ചിരിക്കുന്നത്. വാല്യൂ ഓഫ് കെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സീറോ എന്ന് പറയുന്നത് -3 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, സപ്പോസ് നമ്മുടെ പോളിനോമിയൽ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ആണെങ്കിൽ ആ പി ഓഫ് എക്സിന്റെ ഒരു സീറോ ആണ് -3 എങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? പി ഓഫ് -3 ഈക്വൽ ടു 0 എന്ന് പറയാം. സോ ഇവിടെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഈ പോളിനോമിയലില് എക്സിന് -3 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 0 എന്ന് കിട്ടും. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? k-1 ഇൻറ്റു എക്സിന് -3 കൊടുക്കുക, അതായത് -3 സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു -3 പ്ലസ് 1 ഈക്വൽ ടു എന്തെന്ന് വരും? 0 എന്ന് വരും. ദാറ്റ് ഈസ് k-1 ഇൻറ്റു -3യുടെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. -3k പ്ലസ് 1 ഈക്വൽ ടു എത്ര എന്ന് വരും? 0 എന്ന് വരും. അതായത് 9k മൈനസ് 9 മൈനസ് 3k പ്ലസ് 1 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 9k മൈനസ് 3k എത്ര എന്ന് വരും? 6k എന്ന് വരും. -9 പ്ലസ് 1 എത്ര എന്ന് വരും? -8 ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഈസ് 6k ഈക്വൽ ടു എത്ര എന്ന് വരും? 8 എന്ന് വരും. ദെയർഫോർ k ഈക്വൽ ടു എത്രയായിരിക്കും? 8/6 ആയിരിക്കും. 8/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/3 ആണ്. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇഫ് ദ സം ഓഫ് ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ് 3, ദെൻ ദ വാല്യൂ ഓഫ് കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം സം ഓഫ് ദ സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സം ഓഫ് ദ സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -b/a ആണ്. ഓക്കെ, സം ഓഫ് ദ സീറോസ് അതായത് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ജനറൽ ഫോം ax² പ്ലസ് bx പ്ലസ് c എന്നാണെങ്കിൽ സം ഓഫ് ദ സീറോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -b/a ആണ്. ഇവിടെ സം ഓഫ് ദ സീറോസ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 ഈക്വൽ ടു -b. b എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? -k ആണ്. സോ മൈനസ് ഓഫ് എന്തെന്ന് വരും? -k എന്ന് വരും ഡിവൈഡഡ് ബൈ a. എന്ന് പറയുന്നത് എത്രയാണ്? x²ന്റെ കോഎഫിഷ്യന്റ് ദാറ്റ് ഈസ് 3 എന്ന് കിട്ടും. ദിസ് ഇംപ്ലൈസ് നമുക്ക് എന്തെന്ന് കിട്ടും? 3 × 3 9 ഈക്വൽ ടു k എന്ന് കിട്ടും. സോ കെയുടെ വാല്യൂ എത്രയാണ് ഇവിടെ കിട്ടുന്നത്? 9 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ റിമൈൻഡർ വെൻ പി ഓഫ് എക്സ് ഈക്വൽ ടു ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട് ഈസ് ഡിവൈഡഡ് ബൈ x-2. ഒരു പോളിനോമിയലിനെ ഏതെങ്കിലും ഒരു ലീനിയർ ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ അതിന്റെ റിമൈൻഡർ, അതായത് പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ x-a വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ അതിന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഓഫ് എ ആയിരിക്കും റിമൈൻഡർ എന്ന് പറയുന്നത്. സോ ഇവിടെ ഏത് വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്? 2 വെച്ച്, x-2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ x-2 എന്ന് പറയുമ്പോൾ ഇവിടെ എയുടെ വാല്യൂ എത്രയായിരിക്കും? a ഈക്വൽ ടു 2 ആണ്. സോ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഓഫ് 2 ആയിരിക്കും നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. പി ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ഉള്ളിടത്തെല്ലാം 2 കൊടുക്കുക. ദാറ്റ് ഈസ് 2³ മൈനസ് 4 × 2² പ്ലസ് 2 പ്ലസ് 6 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 2³ 2³ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. 8 മൈനസ് 2² 4 4 × 4 16 പ്ലസ് 2 പ്ലസ് 6 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 8 പ്ലസ് 2 10 10 പ്ലസ് 2 16 എന്ന് വരും. 16 മൈനസ് 16 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും?
0 എന്ന് കിട്ടും. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതായത് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് x-2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് x-2 എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഓഫ് എക്സിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ്, ഇഫ് എ പോളിനോമിയൽ ഈസ് ഡിവിസിബിൾ ബൈ x-2. ഡിവിസിബിൾ ബൈ x-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ x-2 എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആണ്. x-2 എന്ന് പറയുന്നത് ഫാക്ടർ ആണെങ്കിൽ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അതായത് x-2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. x-2 വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് ഏതായിരിക്കും? പി ഓഫ് 2 ആയിരിക്കും. സോ പി ഓഫ് 2 എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം? 0 ആണെന്നറിയാം. കാരണം എന്താണ്? x-2 എന്ന് പറയുന്നത് ഡിവിസിബിൾ അല്ല, ഈ പോളിനോമിയൽ ഡിവിസിബിൾ ബൈ x-2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ പി ഓഫ് 2 ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 2⁴ മൈനസ് 5 ഇൻറ്റു 2 ക്യൂബ് പ്ലസ് 8 ഇൻറ്റു 2 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 2 പ്ലസ് കെ ഈക്വൽ ടു എത്ര എന്ന് വരും? 0 എന്ന് വരും. 2⁴ എത്രയാണ്? 16 ആണ്. മൈനസ് 5 ഇൻറ്റു 2 ക്യൂബ് 8 പ്ലസ് 8 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. മൈനസ് 5 ഇൻറ്റു 2 10 പ്ലസ് കെ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 16 മൈനസ് 8 40 പ്ലസ് 8 ഇൻറ്റു 4 32 മൈനസ് 10 പ്ലസ് കെ ഈക്വൽ ടു 0. 32 പ്ലസ് 16 എത്രയാണ്? 48 മൈനസ് 40 മൈനസ് 10 മൈനസ് 50 പ്ലസ് കെ ഈക്വൽ ടു എത്രയാണ്? 0 ആണ്. ദാറ്റ് ഈസ് -2 പ്ലസ് കെ ഈക്വൽ ടു 0 എന്ന് വരും. ദിസ് ഇംപ്ലൈസ് കെ ഈക്വൽ ടു എത്ര എന്ന് കിട്ടും നമുക്ക്? 2 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ സച്ച് ദാറ്റ് x-1 ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഫാക്ടർ ആണെന്ത്? x-1 എന്ന് പറയുന്നത്. സോ നമുക്ക് റിമൈൻഡർ എന്ന് പറയുന്നത്, അതായത് പി ഓഫ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആണെന്ന് പറയാം അല്ലേ? സോ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി ഓഫ് 1 കണ്ടുപിടിക്കാം. എന്ത് വരും? 1 സ്ക്വയർ പ്ലസ് 1 പ്ലസ് കെ ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് ഈസ് 2 പ്ലസ് കെ ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 0 എന്ന് കിട്ടും. സോ കെ ഈക്വൽ ടു എത്ര എന്ന് വരും? -2 എന്ന് വരും. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ മാത്തമാറ്റിക്സ് പോർഷൻസ് വരുന്നത്. നമ്മൾ 5 മൊഡ്യൂളും കവർ ചെയ്തു. അപ്പം ഈ 5 മൊഡ്യൂളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നുള്ളത് ജസ്റ്റ് ഇന്നത്തെ കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് എല്ലാം അത്യാവശ്യം പോർഷൻസ് കവർ ചെയ്യാൻ പറ്റിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ 25 ക്ലാസ്സസ് ടോട്ടൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 25 ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ, നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കമന്റ്സ് ഇടുക. അതുപോലെ തന്നെ ഞാൻ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ലൈവ് സെക്ഷൻ അറ്റംപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുള്ളവർ അത് ഫില്ല് ചെയ്യുക. ഒരു മോർ ദാൻ 30 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒത്തിരി പേര് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രോബ്ലംസും കൂടി ഡിസ്കസ് ചെയ്യാം. ലൈവിലാക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രോബ്ലംസും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സും നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ എക്സാംസ് എഴുതാൻ താല്പര്യമുള്ളവർക്ക് എക്സാംസും അറ്റംപ്റ്റ് ചെയ്യാം. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മോഡൽ എക്സാംസ് കൊടുക്കുന്നുണ്ട്. ആ മോഡൽ എക്സാം ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, ആ മോഡൽ എക്സാമിന്റെ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം അത് എഴുതാൻ താല്പര്യമുള്ളവർക്കും അതിനകത്ത് നമ്മുടെ ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി ചെയ്യാം. അതുപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ഇടുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതൽ ക്ലാസ്സസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ലൈവിന്റെ താല്പര്യമുള്ളവർ ആ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോമിൽ കയറി ഫില്ല് ചെയ്യുക. ഓക്കെ, താങ്ക് യു.